ഇറാനും അമേരിക്കയും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കും. നേരത്തെ നടന്ന രണ്ട് ഘട്ട ചർച്ചകളിലും ആണവ കരാറിനെ പറ്റി ധാരണയായിരുന്നില്ല. ഒമാന്റെ മധ്യസ്ഥയിലാണ് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരഗച്ചിയും തമ്മിൽ ചർച്ച നടത്തുന്നത്. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി വ്യക്തമാക്കി. എന്നാൽ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗോർ ഗാലിബാഫ് പറഞ്ഞു. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇറാനും അമേരിക്കയും തമ്മിലുള്ള മൂന്നാം ഘട്ട ആണവ ചർച്ച ഇന്ന് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കും. നേരത്തെ നടന്ന രണ്ട് ഘട്ട ചർച്ചകളിലും ഈ ഒരു ആണവ കരാറിനെ പറ്റി ഒരു ധാരണയായിരുന്നില്ല. ഒമാന്റെ മധ്യസ്ഥയിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അരഗച്ചിയും തമ്മിൽ ആണ് ചർച്ച നടക്കുന്നത്. ആണവ കരാർ കയ്യെത്തും ദൂരത്താണെന്നും നീതിയുക്തമായ കരാറിനായി ശ്രമിക്കുമെന്നും യുദ്ധത്തിനും സമാധാനത്തിനും ഇറാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചേക്കും എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണം നടത്തുന്ന പക്ഷം ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗോർ ഗാലിബാഫ് പറഞ്ഞു. പശ്ചിമേഷ്യൻ തീരത്ത് സൈനിക സന്നാഹം കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക.